ഞാൻ പറഞ്ഞില്ലേ ഇന്ന് തന്നെ എത്ര പ്രൊസീജിയേഴ്സാണ്, ഞാൻ ഈ കണക്കെടുക്കുകയായിരുന്നു, എത്ര പ്രൊസീജിയേഴ്സാണ് ഓരോ മെഡിക്കൽ കോളേജിലും ചെയ്തിട്ടുള്ളത്. പക്ഷെ പൊതുവിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന ധാരണ എന്താണ്? മെഡിക്കൽ കോളേജിൽ സെന്റ് ഇല്ല, മെഡിക്കൽ കോളേജിൽ ഗൈഡ് വയർ ഇല്ല, മെഡിക്കൽ കോളേജിൽ കത്തീഡ്രൽ ഇല്ല, മെഡിക്കൽ കോളേജിൽ ബലൂൺ ഇല്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നാ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു, ആൻജിയോപ്ലാസ്റ്റിക്ക് ഇതെല്ലാം വേണമല്ലോ, സെന്റ് വേണം, മറ്റാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇനി ആൻജിയോഗ്രാം ചെയ്തുവാണെങ്കിലും ആവശ്യമായിട്ടുള്ള മറ്റ് കൺസ്യൂമബിൾസ് വേണമല്ലോ. അപ്പൊ ഈ കുടിശ്ശിക കൊടുക്കാനുള്ളത് കൊടുക്കുക തന്നെ ചെയ്യും. ഇപ്പൊ 1500 കോടി രൂപ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 9 വർഷങ്ങൾക്ക് മുൻപ് ഒരു കുടുംബത്തിന് ഒരു വർഷം ലഭിച്ചിരുന്നത് പരമാവധി 30,000 രൂപയാണ്. എത്ര കുടുംബങ്ങൾക്ക് അങ്ങനെ ലഭിച്ചിരുന്നു? 40,000 കുടുംബങ്ങൾ. ഇന്നോ ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ ലഭിക്കുന്നു. എത്ര കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു? 42 ലക്ഷം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. നമ്പർ ഓഫ് ക്ലെയിംസ് കൂടെ നോക്കിയാൽ ഈ മാറ്റം നമുക്ക് കാണാൻ കഴിയും. കാത്ത് ലാബുകളുടെ എണ്ണം, അത്രയും കാത്ത് ലാബുകൾ വന്നപ്പോൾ അത്രയും പ്രൊസീജിയേഴ്സ് സർക്കാരിൽ കൂടി. ഏത് കാലഘട്ടത്തിലാണ്? ഈ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം കാത്ത് ലാബുകൾ വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും. അതുകൊണ്ട് വളരെ അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, വളരെ ഗൗരവത്തോടെയാണ് ഇത് കാണുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു തന്നെയാണ് പോകുന്നത്. ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളിൽ വളരെ ബോധപൂർവമായിട്ട് എങ്ങനെയാണ് ഒരു മെഡിക്കൽ കോളേജിൽ കയറി അതിക്രമിച്ചു കയറി അങ്ങനെ എടുക്കാനായിട്ട് കഴിയുക? അപ്പോൾ അത് ആ നിലയിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് വളരെ കൃത്യമായ അജണ്ടയോട് കൂടിയാണ് എന്നുള്ളത്. അതെടുക്കുക മാത്രമല്ല, അത് ഒരു വീഡിയോ എടുത്തിട്ട് ദേ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നു. എന്താണ് അവരുടെ ഇന്റൻഷൻ? ഇപ്പൊ അവർക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി ആ ഡിസ്ട്രിബ്യൂട്ടർ ഏത് ഡിസ്ട്രിബ്യൂട്ടർ നേരിടുന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഉദ്ദേശം? ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നതിലൂടെ എന്താണ് അവരുടെ ഉദ്ദേശം? അപ്പൊ വളരെ കൃത്യമായിട്ടുള്ളൊരു ഇന്റൻഷൻ അവർക്കുണ്ട്. ഇന്റൻഷൻ എന്താണ്? സർക്കാർ സംവിധാനങ്ങളെ അപകീർത്തിപ്പെടുത്തുക. ആർക്ക് വേണ്ടിയിട്ടാണത്? അത് ആലോചിക്കണം. ആർക്ക് വേണ്ടിയിട്ടാണ് അത് എന്നുള്ളത്. അവിടെയാണ് പല ധനകാര്യ മാസികകളും അല്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെ മാധ്യമപ്രവർത്തകനെ റിപ്പോർട്ട് ചെയ്തിട്ടുപോലെ കേരളത്തിൽ നടക്കുന്ന ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം എത്രയാണെന്ന് പരിശോധിക്കേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന്. ഒരു വശത്ത് വലിയ നിക്ഷേപം ഉണ്ടാകുന്നു, ഒരു ബെഡിന് 2.5 കോടി രൂപ ഉണ്ടാകുന്നു. മറുവശത്ത് സർക്കാർ ഒറ്റ കാര്യമുള്ളൂ. എത്ര കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നു 9 വർഷത്തിന് മുൻപ്? ഇന്ന് എത്ര കാത്ത് ലാബുകളുണ്ട്? എല്ലാ ജില്ലാ ആശുപത്രികളിലും, ഇടുക്കിയിലും ആലപ്പുഴ ജില്ലാ ആശുപത്രി, ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ട്. ബാക്കി എല്ലായിടത്തും കാത്ത് ലാബുകൾ സ്ഥാപിച്ചു. ഒരു കാത്ത് ലാബിൽ എത്ര പ്രൊസീജിയേഴ്സ് ഒരു ദിവസം നടക്കും? നമ്പർ ഓഫ് ബെനിഫിഷ്യറീസിന്റെ എണ്ണം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അപ്പോൾ ഒരു 500 എന്നുള്ളതിൽ നിന്ന് ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ മൊത്തം കണക്കെടുക്കുമ്പോൾ 30,000 പേർക്കാണ്. അപ്പൊ 500-ൽ നിന്ന് 30,000 ക്ലെയിമിലേക്ക് മാറുക എന്ന് വെച്ചാൽ അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റമില്ലേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം? അപ്പൊ അത് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ആളുകൾ ഉണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ കുടിശ്ശിക നമ്മൾ കൺസ്യൂമേഴ്സ് വാങ്ങിച്ചിട്ടുള്ളത് അത് വെച്ച് പ്രൊസീജിയറുകൾ സാധ്യമാക്കിയിട്ടുള്ളത് കുടിശ്ശിക കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ ഒരു വർഷം നമുക്ക് 1,500 കോടി രൂപയാണ് ആകുന്നത്. അതോടൊപ്പം തന്നെ ഭാവിയിൽ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമുണ്ടാകും. ആ ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്നുള്ളത് KMCL-ന് ഇവരുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാകാം, റണ്ണിങ് കോൺട്രാക്റ്റോ എന്താണത് എന്ന് വെച്ചാൽ അത് ഉണ്ടായിട്ട് അതിനനുസരിച്ചിട്ട് ഉള്ള പ്രൊക്യൂർമെന്റ് അത് എത്ര ഓരോ മെഡിക്കൽ കോളേജിലും ഓരോ DHS-ന്റെ ജില്ലാ ആശുപത്രിയിൽ, തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ, ജനറൽ ആശുപത്രിയിൽ എത്ര സ്റ്റെന്റ് വേണം ഒരു മാസം, എത്ര ഗൈഡ് വയർ വേണം, എത്ര ബലൂൺ വേണം, കണക്കെടുക്കുക, അതിനനുസരിച്ചിട്ടുള്ള അവൈലബിൾ ആക്കുക. അത് KMCL വഴി അത് ലഭ്യമാക്കാം. അത് കുറച്ചുകൂടി ലാഭത്തിൽ നമുക്ക് കിട്ടും, കമ്പനികളിൽ നിന്ന് നേരിട്ടല്ലേ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ലാതെ തന്നെ. അതിന് തടസ്സം നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികൾ, കാരണം അങ്ങനെ ഒരു ഇതുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ഇവർക്ക് കുടിശ്ശിക കൊടുക്കാനുള്ളത് ഒന്നിച്ചു കൊടുക്കാനായിട്ടല്ല, ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. അപ്പോൾ ശ്രമിക്കുമ്പോൾ അപ്പോഴും സപ്ലൈയിൽ കൊടുക്കുന്നില്ല, മൊത്തം കൊടുക്കണം, അല്ലെങ്കിൽ ഇന്നത് വരെ അത് കിട്ടിയേ പോളൂ എന്ന് വെച്ചാൽ അത് ഗവൺമെന്റാണ് ഇപ്പുറത്ത് നിന്ന് DME ആണ് പറയുന്നത് അത് ഈ നിലയിൽ നമുക്ക് തരുന്നതാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കാത്തൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക മാത്രമല്ല ഇതിൽ ഇത്തരത്തിലുള്ള പ്രചരണം കൂടി നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഒരു കാര്യമേ ഉള്ളൂ, സർക്കാർ ആശുപത്രികളിൽ നാം പരമാവധി അത് ശ്രമിക്കും. കാരണം നമ്മൾ ഇത് പ്രൊക്യൂർ ചെയ്യാൻ ഒരു വശത്തുകൂടി ഇപ്പൊ ഇവര് തരുന്നില്ല, ഇവർക്ക് പണം കൊടുത്ത് ഇവർക്ക് കുടിശ്ശിക ഘട്ടങ്ങൾ കൊടുത്തു തീർക്കാനായിട്ട് എല്ലാം ഒന്നിച്ചല്ല കൊടുത്തത്, ഘട്ടം ഘട്ടമായിട്ട് കൊടുത്തു തീർക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഇത് മറ്റ് HLL പൊതുമേഖലാ സ്ഥാപനം വഴി പ്രൊക്യൂർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നു എന്ന് അതിൽ ഒരു സമിതി വെച്ചിരുന്നല്ലോ. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് ധനകാര്യ വകുപ്പിന് അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധനകാര്യ വകുപ്പ് പരിശോധിക്കുന്നുണ്ട്.